നാട്ടില് നമ്മള് ഹറമിന്റെ പരിസരത്തൊക്കെ പോകുമ്പോൾ അവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ നമ്മൾ കാണും. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അവരുടെ രൂപത്തിൽ, അവരുടെ ആകാരത്തിൽ, അവരുടെ ഉയരത്തിൽ, അവരുടെ കണ്ണിന്റെ രീതിയിൽ, അവരുടെ തൊലി നിറത്തിലൊക്കെ ഒരുപാട് വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ കഴിയുക. ഇത് ഇന്ന നാട്ടിലെ ആളുകളാണ് എന്ന് നമുക്ക് അവിടെയുള്ള ആളുകളെ രൂപവും ഒക്കെ നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആളുകൾക്കിടയിൽ ഈ രൂപത്തിലും നിറത്തിലും ഉയരത്തിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും ആത്യന്തികമായി ആദം അലൈഹിസ്സലാമിന്റെയും ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും മക്കളാണ്. ഇങ്ങനെ മനുഷ്യർക്കിടയിൽ ജനിച്ച നാട്, നിറം, ഉയരം, വർണ്ണം, ഇതിലൊക്കെയുള്ള വേർതിരിവുകൾ യഥാർത്ഥത്തിലുണ്ടോ? ഞാൻ മലയാളി, നീ ബംഗാളി എന്ന രീതിയിൽ വേർതിരിച്ചു പാടുന്ന, ഞാൻ ശ്രേഷ്ഠനും നീ അധമനുമായി മാറുന്ന, നിന്റെ നാടിന്റെ കാര്യത്തിൽ, നിന്റെ നിറത്തിന്റെ കാര്യത്തിൽ, നിന്റെ ഉയരത്തിന്റെ വിഷയത്തിലെല്ലാം ഞാൻ ഉയർന്നവനും നീ അധമനുമായി മാറുന്ന ഒരു രീതി ഇസ്ലാമിലുണ്ടോ? ഞാൻ തറവാടി, നീ തൊഴിലാളി, ഞാൻ മുതലാളി, ഞാൻ പണക്കാരൻ, നീ പണിക്കാരൻ എന്ന രീതിയിലുള്ള വേർതിരിവ് നമുക്ക് പാടുണ്ടോ? നമുക്കറിയാം, ഹജ്ജിന്റെ റുക്കനുകളിൽ, ഹജ്ജ് ബാധ്യത പൂർത്തിയാക്കണമെങ്കിൽ ചെയ്യേണ്ടുന്ന അതിന്റെ റുക്കനുകളിൽ ഒന്നാണ് സഅയ്. എന്താണ് സഅയ്? നമുക്കറിയാം ചരിത്രം. ഹാജർ റളിയല്ലാഹു അൻഹ അവർ തന്റെ കുഞ്ഞ് കാലിട്ടടിച്ച് കരഞ്ഞപ്പോ, ദാഹത്താൽ അവശനായി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഒരു ഉമ്മയോടിയ വല്ലാത്ത ഓട്ടമാണ്. സൊഫാ മറുവ കുന്നുകൾക്കിടയിൽ ഒരു പാവം ഉമ്മ തന്റെ കുഞ്ഞിന്റെ കരച്ചിൽ സഹിക്കാൻ കഴിയാതെ വെള്ളം തേടി അലഞ്ഞ ഒരു ഓട്ടമാണ് ആ സഅയിന്റെ ഒരു മാസമായിട്ട് നമ്മളുടെ മുന്നിലുള്ളത്. ആരായിരുന്നു ഹാജർ? ഒരു രാജാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് സമ്മാനമായി നൽകിയ ഒരു അടിമയാണ് എന്നത് നമുക്കറിയാം. ഒരു അടിമയായിരുന്നു. പറയാൻ തറവാടില്ലാത്ത, തനിക്കൊന്നുമേ സ്വന്തമായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയാത്ത, നമ്മളൊക്കെ ലെവല് വെച്ച് അളക്കുമ്പോ വളരെ താഴെയുള്ള ഒരു സ്ത്രീ. അതുപോലെ തന്നെ കറുത്ത വർഗക്കാരിയായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മിക്കവാറും ഒന്നെങ്കിൽ ആഫ്രിക്കൻ നാടിൽ നിന്നുള്ള, അല്ലെങ്കിൽ എത്യോപ്യ പോലെയുള്ള പ്രദേശത്തു നിന്നുള്ള ഒരു കാപ്പിരിപ്പെണ്ണ്. അവര് നടന്ന വഴിയിലൂടെയാണ് ലോകത്തിലെ മുതലാളിമാരും വമ്പന്മാരും കൊമ്പന്മാരും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് വേർതിരിവാണ്! ഈ നിറത്തിന്റെ, വർണ്ണത്തിന്റെ ഒക്കെ പേരിലുള്ള എന്ത് വേർതിരിവാണ്! ഒരു വേർതിരിവും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. മനുഷ്യനായി കാണുവാനുള്ള അറിവാണ് ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ എന്ന് ഖുർആൻ പ്രഖ്യാപിക്കാണ്. സ്വഫയും മർവയും അല്ലാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ആരെങ്കിലും ഹജ്ജും ഉംറയും ചെയ്യുന്ന സമയത്ത് അതിന് ഇടയിലൂടെ സഅയ് നടത്തുന്നതിൽ കുറ്റമില്ല. നിർബന്ധ ബാധ്യതയായി കൊണ്ട് തന്നെ പറഞ്ഞതാണ്, എങ്കിലും പ്രയോഗത്തിൽ കുറ്റമില്ല എന്ന പ്രയോഗമാണ് നടത്തിയത്. ഈ രീതിയിൽ ആ ഒരു കർമ്മം വളരെ ഗൗരവത്തോടു കൂടി നമ്മളെ പഠിപ്പിച്ചതാണ്. ഞാൻ ഇന്ന താഴ്ന്ന ആള് നടത്തുന്നതിലൂടെ നടക്കുകയില്ല എന്നൊക്കെ പറയാൻ പറ്റില്ല. ഇസ്ലാമിൽ അങ്ങനെയുള്ള ഒരു വേർതിരിവുമില്ല എന്നത് വളരെ കൃത്യമാണ്. ഇത് മനുഷ്യ സമത്വത്തിന്റെ വലിയ സന്ദേശം ഹജ്ജ് നമുക്ക് പകർന്നു തരുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക, ആദ്യത്തെ ഒരു പാപമായിട്ട് ഖുർആൻ പറഞ്ഞു തരുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് ആദം അലൈഹിസ്സലാമിന് മുന്നിൽ മലക്കുകളോടൊക്കെ സുജൂദ് ചെയ്യാൻ പറഞ്ഞ സന്ദർഭത്തിൽ ഫസജദു, അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ല, ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ തയ്യാറായില്ല. അവൻ എന്താ പറഞ്ഞത്? അള്ളാഹു ചോദിച്ചല്ലേ, എന്തുകൊണ്ടാണ് ഇബ്ലീസ് നീ സുജൂദ് ചെയ്യാൻ, ഇത് അമർത്തുക്, ഞാനാണ് കൽപ്പിച്ചത്, എന്നിട്ടും നീ സുജൂദ് ചെയ്യാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? അതിന് അയാൾ നൽകുന്ന ഉത്തരം, അവൻ നൽകുന്ന ഉത്തരം, ഖാല അന ഖൈറും മിൻഹു, ഞാൻ അവരെക്കാൾ ഉത്തമനാണ്, ഖലഖതനി മിൻ തീൻ ഖലഖതഹു മിൻ നാർ ഖലഖതനി മിൻ നാരി വഖലഖതഹു മിൻ തീൻ, എന്നെ നീ സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ്, അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ട അവനേക്കാൾ ഉന്നതനായ ഞാൻ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവന് മുന്നിൽ സുജൂദ് ചെയ്യണമെന്നോ? അള്ളാഹു ആട്ടിപ്പുറത്താക്കി ഇബ്ലീസിനെ. എന്തായിരുന്നു തെറ്റ്? ഞാൻ അവനേക്കാൾ ഉത്തമനാണ് എന്നുള്ള ഒരു തോന്നൽ. അതാണ് അഹങ്കാരം. ഞാൻ അവനേക്കാൾ വലിയവനാണ് എന്നൊരു വമ്പ് തോന്നൽ, അതാണ് അഹങ്കാരം. അൽ മുതകബ്ബിർ മിൻ അസ്മാഇല്ലാ, അഹങ്കാരി എന്നുള്ളത് അള്ളാഹുവിന്റെ അസ്മായിൽപ്പെട്ടതാണ്. ആ ഒരു അവകാശം നമുക്കാർക്കുമില്ല. അഹങ്കാരത്തെ എടുത്തണിയാനുള്ള അവകാശം ലോകത്തൊരു മനുഷ്യനുമില്ല എന്നതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. യാതൊരു ന്യായവുമില്ലാതെ ഭൂമിയിൽ അഹങ്കരിച്ചു നടക്കുന്ന ആളുകളെ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ന്യായത്തുകളിൽ നിന്ന് തെറ്റിച്ചു കളയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട്
ഓർമ്മപ്പെടുത്തിയതാണ്. മനുഷ്യനോടൊക്കെ ചോദിക്കുന്നുണ്ട്, മനുഷ്യ നിനക്കൊരു കാലഘട്ടമല്ലായിരുന്നു. നിന്റെ തറവാടിന്റെ പേരിൽ, നിന്റെ വീടിന്റെ പേരിൽ, നിന്റെ കാറിന്റെ പേരിൽ, നിന്റെ സൗന്ദര്യങ്ങളുടെ പേരിൽ, നിന്റെ സുഭിക്ഷതയുടെ പേരിൽ നീ അഹങ്കരിക്കുന്നുണ്ട് എങ്കിൽ നീ ഇല്ലാതിരുന്ന, പറയുവാൻ ഒരു അടയാളമായി പോലും ഈ ഭൂമിയിൽ നീ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമില്ലായിരുന്നോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാലിൻ, കൂടിച്ചേർന്നുണ്ടാകുന്ന ബീജത്തിൽ നിന്ന് ഞാനാണ് മനുഷ്യ നിന്നെ രൂപപ്പെടുത്തിയത്. ഫജഅൽനാഹു സമീഅൻ ബസീറ, കേൾവിയും കാഴ്ചയുമുള്ളവനായി നിന്നെ രൂപാന്തരപ്പെടുത്തിയത് ഞാനാണ് മനുഷ്യ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്താണ്, എന്ത് ന്യായമാണ് ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ ഭൂമിയിൽ അഹങ്കരിച്ചു നടക്കുവാൻ നമുക്കുള്ളത് എന്നത് നാം ഗൗരവത്തോട് കൂടി ആലോചിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഞാനാണ് വമ്പനെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് കിട്ടാനുള്ളത് എന്താ? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാൽ സറത്തിൻ മിൻ കിബ്ർ, ഒരു ഉറുമ്പിൻകാലളവ്, ഒരു അണുമണിത്തൂക്കം അഹങ്കാരം, ഞാനെന്ന ഭാവം, അഹംബോധം മനസ്സിലുള്ളവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. സ്വർഗം കിട്ടൂല. ഒരു തനി ഉണ്ടെങ്കിൽ, ഒരു തരിമ്പുണ്ട് എങ്കിൽ നമ്മൾ പ്രശ്നവൽക്കരിക്കേണ്ടത് തന്നെയല്ലേ? നമ്മളോട് തന്നെ ചോദ്യം ചെയ്യേണ്ടത് ഒരു വിഷയമല്ലേ? സഹാബത്ത് പേടിച്ചു. സഹാബത്ത് ചോദിച്ചു, റസൂലേ, ഞങ്ങൾ നല്ലൊരു വസ്ത്രം ധരിക്കാനൊക്കെ ഉദ്ദേശിക്കും, നല്ലൊരു ചെരുപ്പിടാനൊക്കെ ഉദ്ദേശിക്കും, അതൊരു നല്ലതിട്ട് ധരിച്ചിറങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുമ്പോ റസൂലേ അത് അഹങ്കാരമായി മാറോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ല, അതല്ല. അഹങ്കാരത്തിന് അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താരീഫ് പറഞ്ഞു. അതെന്താ? അൽ കിബ്റു, അഹങ്കാരം എന്നുള്ളത് ബത്തറുൽ ഹഖ്, അത് സത്യത്തെ നിരാകരിക്കലാണ്. വഗംതുൻ നാസ്, ജനങ്ങളെ നിസ്സാരമായി കാണലാണ്. ഞാൻ ആരാ, ഓനേതാ എന്നുള്ളത് തന്നെയാണ്. അതാണ് അഹങ്കാരം. അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ വലിയവനാണ്, ഇവൻ എന്നെക്കാൾ നിസ്സാരനാണ്. സത്യം ഒരാൾ പറയുമ്പോ എന്നെക്കാൾ ചെറിയ ഓൻ പറയണത് ഞാൻ കേൾക്കേ, എന്നെ അഹങ്കാരം. പണ്ഡിതന്മാരും വിശദീകരിക്കുന്നുണ്ട് എന്താണ് അഹങ്കാരം എന്നുള്ളത്. അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന സ്വന്തത്തെ പറ്റി തന്നെയുള്ള ഒരു വലിയതായിട്ട് ധരിക്കലാണ്. എംബഡീസ് മിനൽ ഖൽബി, അത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുക. ഫയുഅബ്ബിറു അൻഹുൽ ലിസാൻ, നാവ് അതിനെ ആവിഷ്കരിക്കും. അതുപോലെ തന്നെ അവന്റെ നാവിലുള്ളത് പുറത്തു വരും. അവന്റെ ചേഷ്ടകളിലൂടെ, അവന്റെ ചലനങ്ങളിലൂടെ അവൻ അത് പുറത്തു വരും. അവന്റെ നടത്തത്തിൽ ആ അഹങ്കാരത്തിന്റെ ഭാവം ഉണ്ടാകും. മനസ്സിൽ നിന്നാണ് ഈ രോഗം തുടങ്ങുക എന്ന് പണ്ഡിതന്മാർ പറയാൻ. എന്നിട്ടോ അവന്റെ സ്വഭാവത്തായിരിക്കും സത്യം വ്യക്തവും കൃത്യവുമാണ് എങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവൂല. പറഞ്ഞ ആളുടെ പേരിൽ ചെറുപ്പം നോക്കിയിട്ട് ഗുണകാംക്ഷയോടുകൂടി ആ സംസാരത്തെ സ്വീകരിക്കാൻ തയ്യാറാവൂല. അവനെ ആളുകളുമായിട്ട് ഷൂറ ചെയ്യാൻ, കൂടിയാലോചിക്കാൻ തയ്യാറാവില്ല. ഞാൻ ആരോട് കൂടിയാലോചിക്കാനാണ്, ഞാൻ സ്വന്തം ചെയ്യും എന്ന തീരുമാനം ഉണ്ടാകും. അതുപോലെ തന്നെ അവൻ ഒരാൾ ഉപദേശിക്കുമ്പോ, അവനോട് നല്ലൊരു കാര്യം പറയുമ്പോ അവനെ പറ്റി നോക്കുക, ഇവന് എന്നെക്കാൾ നിന്യനായ നിസ്സാരനായ ഒരാളല്ലേ എന്ന രീതിയിൽ അവൻ നോക്കും. ഒരാളൊരു കാര്യം പറയുമ്പോ ഇവനൊക്കെ എന്നെ ഉപദേശിക്കുക, ഇവൻ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളല്ലേ എന്ന് പറഞ്ഞോട്ട് ആ സത്യത്തെ ന്യായമാണെങ്കിലും സത്യമാണെങ്കിലും അതിനെ തള്ളിക്കളയും. അല്ലെങ്കിൽ തന്നെക്കാൾ അറിവ് കുറഞ്ഞ ഒരാളല്ലേ എന്നിട്ട് പറയട്ടെ, അയാൾ പറയുന്നത് ന്യായമാണ്, സ്വീകരിക്കാതിരിക്കും. അല്ലെങ്കിൽ എന്നെക്കാൾ സമ്പത്ത് കുറഞ്ഞവനല്ലേ, അവനൊക്കെ എന്നെ ഉപദേശിക്കാൻ ആരാ എന്ന് പറഞ്ഞ് തട്ടിക്കളയും. അതിനാമിൻഹു മർത്തബ, എന്നെക്കാൾ സ്ഥാനം കുറഞ്ഞവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിരാകരിക്കും. എന്നെക്കാൾ തറവാടും കുടുംബമഹിമയും കുറഞ്ഞവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ടേ സത്യത്തെ കടലിക്കളയും. ഇതൊക്കെ അഹങ്കാരമാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സത്യത്തെ ഒരു നിരാകരിച്ച് കളയുക, നിസ്സാരമായി കണ്ടുകൊണ്ട് തള്ളിക്കളയുക. അതാണ് അൽ കിബ്റു ബതറുൽ ഹഖ് വഗംതുൻ നാസ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞത് അപകടമാണ്. ഏറ്റവും അപകടകരമായ കിബ്ർ എന്ന് പറഞ്ഞാൽ ദീനിന്റെ വിഷയത്തിൽ കാണിക്കുന്ന അഹങ്കാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ ഇടത് കൈയിലോട്ട് കഴിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് കഴിക്കുക. ഞാൻ പറഞ്ഞു ലാ അസ്തതിഉ, പറ്റൂല, സൗകര്യം എന്താന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലസ്തതഅ, എനിക്ക് സാധിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അഹങ്കാരമാണ് അയാൾ അതിൽ നിന്ന് തടഞ്ഞത്. അയാളുടെ വലത് കൈ പിന്നെ അയാളുടെ വായിലേക്ക് ഉയർന്നിട്ടില്ല എന്നത് ചരിത്രം. ദീനിന്റെ വിഷയത്തിൽ അഹങ്കാരം ഉണ്ടാവുക എന്നത് ഏറ്റവും ഗൗരവപ്പെട്ട വിഷയമാണ്. മനുഷ്യർക്കിടയിൽ തറവാടിന്റെ പേരിൽ, തൊഴിലിന്റെ പേരിൽ വേർതിരിച്ച് കാണുന്ന ആളുകൾ ഈ കല്യാണാലോചനകളിലൊക്കെ നിങ്ങളുടെ സ്റ്റേറ്റസും മറ്റൊക്കെ നോക്കിക്കോളൂ. പക്ഷെ അത് നോക്കുമ്പോഴും മറ്റവനെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ, മനുഷ്യന്റെ പച്ചമാംസം കഴിക്കുന്ന രീതിയിൽ വമ്പിന്റെ, വെറുപ്പിന്റെ, താൻകോയ്മയുടെ, പെരുമയുടെ വർത്തമാനങ്ങളുണ്ടല്ലോ, അവസാനിപ്പിക്കണം. ആര് പറയുന്നുണ്ടെങ്കിലും അത് അവസാനിപ്പിക്കണം. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അലാ ഇന്ന റബ്ബക്കും അസ്സ വജല്ല വാഹിദ്,
മനുഷ്യരെ, മനുഷ്യകുലമേ, നിങ്ങളുടെ എല്ലാവരുടെയും റബ്ബ് ഏകനായ റബ്ബാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഉപ്പ ആദം അലൈഹിസ്സലാമാണ്. അറബിക്ക് അനറബിയേക്കാൾ, അനറബിക്ക് അറബിയേക്കാൾ, അതുപോലെ തന്നെ കറുത്തവന് വെളുത്തവനേക്കാൾ, വെളുത്തവനു കറുത്തവനേക്കാൾ ഒരു പ്രത്യേകതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ, തഖ്വ കൊണ്ടുള്ള വ്യത്യാസമല്ലാത്ത ഒരു വേർതിരിവുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളുടെ മുന്നിൽ പ്രഖ്യാപിക്കാൻ. അപ്പോ ഈ ഒരു ചിന്ത, ഈ തറവാടിക്കയും മറ്റു എന്തിന്റെ പേരിലായാലും, സമ്പത്തിന്റെ പേരിലായിരുന്നാലും, ജോലിയുടെ പേരിലായിരുന്നാലും, സ്ഥാനത്തിന്റെ പേരിലായിരുന്നാലും ഒന്നും, അത് ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് കറുത്തവനായ, നീഗ്രവായിരുന്ന, പാവപ്പെട്ടവനായ, അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് മുഅദ്ദിനുർ റസൂൽ എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടത്. അബൂബക്കർ സയ്യിദുന വഅദക സയ്യിദന എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അബൂബക്കർ നമ്മളുടെ നേതാവാണ്. നമ്മളുടെ നേതാവായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചവരാണ്. സയ്യിദ് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ, വലിയ തറവാട്ടുകാരനായ ഉമർ റളിയല്ലാഹു അൻഹു, തറവാട് എന്ന് പോലും പറയാനില്ലാത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചത്. പിന്നെ എന്തിനാണ് തറവാട്? പിന്നെ എന്തിനാണ് തറവാട്? തറവാടുകൊണ്ട് ആവശ്യത്ത്, തറവാട് കൊണ്ട് ആവശ്യത്ത് അത് ഖുർആൻ പറഞ്ഞു തരുന്നതാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഞാനൊരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങളെ പല വിഭാഗങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ലിതഅറഫു, നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇതാരാണ്? അത് ഇന്ന കുടുംബത്തിലെ ഇന്നയാളുടെ മകൻ ഇന്നയാൾ. ഇതാരാണ്? അത് ഇന്ന തറവാട്ടിലെ ഇന്ന കുടുംബത്തിലെ ഇന്നയാൾ. ലിതഅറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാം. നിങ്ങൾക്ക് അഹങ്കാരം കാണിക്കാനുള്ളതല്ല, നിങ്ങൾക്ക് പെരുമ കാണിക്കാനുള്ളതല്ല, നിങ്ങൾക്ക് വമ്പ് കാണിക്കാനുള്ളതല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഉന്നതൻ, നിങ്ങളുടെ തൊലി നിറത്തിൽ, ആകാരത്തിൽ, സൗന്ദര്യത്തിൽ, തറവാട്ടിൽ, സമ്പത്തിലൊന്നും ഉയർന്നു നിൽക്കുന്നവനല്ല. അത്ഖാകും, നിങ്ങളിൽ തഖ്വയുള്ളവരാണ് എന്ന് ഖുർആൻ നമ്മോട് പറയാൻ. നമ്മുടെ മനസ്സുകളിൽ രണ്ട് വിഭാഗങ്ങൾ മാത്രമായി മാറണം. മനുഷ്യർ രണ്ട് വിഭാഗങ്ങളാകണം. രണ്ട് വിഭാഗങ്ങൾ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാണ്. മനുഷ്യരെ, നിങ്ങളിൽ നിന്നുള്ള ഈ ജാഹിലിയ്യത്തിന്റെ കുടിപ്പകകളും ഈ വെറുപ്പുമെല്ലാം അല്ലാഹു ഇല്ലാതെയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ പിതാക്കന്മാരുടെ പറ്റിയുള്ള പെരുമ നടിക്കൽ ഇല്ലാതെയാക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫന്നാസു റജുലൻ, മനുഷ്യർ രണ്ട് വിഭാഗമാണ്. റജുലുൻ ബർറുൻ തഖിയ്യുൻ കരീമൻ അലല്ലാഹ്, ഒന്ന് പുണ്യവാനായ, തഖ്വയുള്ളവനായ, മാന്യനായ, അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനായ മനുഷ്യൻ, നല്ല ആളുകൾ. പിന്നെയോ വഫാജിറുൻ ശഖിയ്യുൻ ഹയ്യുൻ അലല്ലാഹ്, തമ്മാടിയായ, നിന്യനായ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്യനായിട്ടുള്ള മനുഷ്യൻ, മോശപ്പെട്ട ആളുകൾ. ഇങ്ങനെ രണ്ട് വിഭാഗീയ മനുഷ്യരിലുള്ളൂ. ഒന്ന് നല്ല ആളുകൾ, മറ്റൊന്ന് മോശം ആളുകൾ എന്ന രീതിയിലായിരിക്കണം. വന്നാസു ബനു ആദം, മനുഷ്യരല്ല, ആദം നബിയുടെ മക്കളാണ്. വഖലഖല്ലാഹു ആദമ മിൻ തുറാബ്, നീ നിന്റെ തറവാടിനെ തിരഞ്ഞു ചികഞ്ഞു പോയാൽ ആദം അലൈഹിസ്സലാമിലേക്ക് എത്തും. ആ ആദമാകട്ടെ മണ്ണിൽ നിന്നുള്ളവനാണ്. നിങ്ങളുടെ തറവാട് മണ്ണാണ് മനുഷ്യരെ, നിങ്ങൾ മടങ്ങിപ്പോകാനുള്ളത് ആ മണ്ണിലേക്കാണ് എന്ന്, അതിൽ നിന്ന് തന്നെയാണ് പുനരുത്ഥാനം ഉണ്ടാവുക എന്നത് നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും ഒക്കെ പഠിപ്പിച്ചതാണ്. വമാ തവാലഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്, ഒരാൾ അല്ലാഹുവിന് വേണ്ടി അയാൾ വിനയം കാണിച്ചാൽ, എന്തൊക്കെ അധികാരമുണ്ടായിക്കോട്ടെ, സമ്പത്തുണ്ടായിക്കോട്ടെ, തറവാടുണ്ടായിക്കോട്ടെ, മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിക്കോട്ടെ, ഞാൻ പടച്ചവന്റെ ഒരു അടിമയാണ് എന്ന ബോധത്താൽ, എനിക്ക് കിട്ടിയതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ള വരദാനമാണ് എന്ന ബോധത്താൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ, നമ്മൾ ചെറുതാകുമ്പോ അല്ലാഹു നമ്മളെ ഉയർത്തുമെന്ന്, നമ്മൾ വമ്പ് കാണിക്കുമ്പോൾ അല്ലാഹു നമ്മെ നിന്ദിക്കുമെന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കാണ്. അഹങ്കാരത്തെ ഉടഞ്ഞെറിയുവാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. അല്ലാഹു